അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ വന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ മുറ്റത്തുള്ള ഒരു ആൽമുത്തശ്ശിയാണ് കണ്ടോ ഇത് കേട്ടോ. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന് തൊഴുതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടിറങ്ങിയപ്പോഴേ രാവിലെയൊക്കെ മഴയായിരുന്നു. അതുകൊണ്ടൊന്നും ഫോട്ടോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. എല്ലായിടവും നല്ല വൃത്തിയായിട്ട് തൊഴുത് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. എൻ്റെ മക്കൾക്കും എൻ്റെ ചേട്ടന്മാർക്കും അനിയന്മാർക്കും എല്ലാം എൻ്റെ ചക്കര മക്കൾക്കും വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കണ്ടോ കേട്ടോ. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന് കൊടുങ്ങല്ലൂരമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ചു പോവുക കേട്ടോ. ഇന്നത്തെ അന്തരീക്ഷം മോശമായതുകൊണ്ടാണ് നമുക്ക് രാവിലെ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാതെ ആയിപ്പോയത് കേട്ടോ. വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കണ്ടോ. ഇതാണ് വലിയ ആൽമരം മുത്തശ്ശി കണ്ടോ. ഇത് കണ്ടോ എന്ത് രസമാണ് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ അത് അന്നദാന മണ്ഡപമാണ് കേട്ടോ. അന്നദാന മണ്ഡപത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്നു. എല്ലാവരും വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ പുറത്തൊന്ന് ഇറങ്ങിയിട്ട് കണ്ടോ ഇവിടെ മുഴുവൻ മഴയും വെള്ളമൊക്കെ ആയിരുന്നു കണ്ടോ. പുറത്തിറങ്ങിയിട്ട് ഞങ്ങളിവിടെ ഒന്ന് കണ്ടോ. ഇതും ഒരാൽമരമാണ് കേട്ടോ. കേട്ടോ കണ്ടില്ലേ ഭയങ്കര ഇതാണ്. മഴ പെയ്ത വെള്ളവും ഇതുമായിട്ടൊക്കെ കണ്ടോ അങ്ങനെ കിടക്കുന്നതാണ്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം ഇന്ന് സഫലീകരിച്ച് കേട്ടോ. കൊടുങ്ങല്ലൂരമ്മയെ വന്ന് കണ്ട് തൊഴുത് പോന്നു കേട്ടോ. കണ്ടോ പുറത്തിറങ്ങിയണൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. നോക്കിയേ മരങ്ങളും ഇതും എന്ത് രസമാണ് കാണാനൊക്കെ ഉണ്ട്. അമ്മയുടെ സന്നിധി വന്നു കഴിഞ്ഞാലേ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ. അതെന്ത് പറഞ്ഞ് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല കേട്ടോ. വാളും ചിലമ്പും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോന്നു. അടുത്ത മഴ വരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇനി ഇവിടോട്ട് ഇറങ്ങി എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ഇതുവരെ ഒന്നും നേരം വെളുത്ത് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇത് എൻ്റെ കൂട്ടുകാരും എൻ്റെ മക്കളും ഒക്കെ പറഞ്ഞായിരുന്നു, അമ്മേ അമ്പലത്തിൽ പോയി കഴിയുമ്പം ഫോട്ടോ ഇടണേ വീഡിയോ ഇടണേ എന്ന് പറഞ്ഞ് കേട്ടോ. അതിന് ആദ്യം അവിടെ അകത്തുനിന്നൊന്നും എടുക്കാനൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല, ചോദിച്ചായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം തൊഴുതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്ത് വന്ന് എടുത്തതാണ്. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും കേട്ടോ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ടും തൽക്കാലം ഇത് നിർത്തുന്നു. ഓക്കെ.